കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം മന്ത്രിമാരുടെ വീഴ്ചയെ ന്യായീകരിച്ച് മന്ത്രി വി.എൻ. വാസവൻ. ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് പറഞ്ഞത് മന്ത്രിമാരല്ലെന്നും പോലീസും ഫയർഫോഴ്സുമാണെന്നും മന്ത്രി ന്യായീകരിച്ചു. ബിന്ദു മരിച്ചത് ശ്വാസം മുട്ടിയല്ല, തലയോട്ടി തകർന്നുള്ള ഉടനടി മരണമായിരുന്നുവെന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. മന്ത്രി ബിന്ദുവിന്റെ ബന്ധുക്കളെ കണ്ടു. വീണ്ടും ഉരുണ്ടുകളിക്കുകയാണ് മന്ത്രി വി.എൻ. വാസവൻ. അപകടം നടന്ന ദിവസം ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് മന്ത്രിമാർ പറഞ്ഞ ഈ വാക്കുകൾ കേൾക്കുക. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ച് കിഫ്ബിയിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ ഫൈനൽ മീറ്റിംഗ് നമ്മളൊരു മാസം മുൻപ് എടുത്തിട്ടുള്ളതുമാണ്. അതായത് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നാണ്. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനം എടുത്ത് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ബാക്കി എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് പറയാം. ഒരു സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ബാത്റൂമാണത്. അത് വേസ്റ്റ് എല്ലാം കൊണ്ടിട്ടുകൊണ്ടിരുന്ന, അല്ലാതെ വാണല്ല ഇടിഞ്ഞു വീണേ. ഒറ്റ ദിവസം കൊണ്ട് സ്വന്തം വാക്കുകൾ തിരുത്തി മന്ത്രി. കുറ്റം ഫയർഫോഴ്സിനും പോലീസിനും. അവിടെ നിന്നിരുന്ന ഫയർഫോഴ്സും ഞങ്ങളല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾക്ക് തെറ്റി. അവിടെ നിന്നിരുന്ന ഫയർഫോഴ്സും പോലീസുമാണ് ആദ്യ റൗണ്ട്. ഞങ്ങളാരും അവിടെ ഇല്ലല്ലോ. അവരാണ് പറയുന്നത് രണ്ടുപേരെ ഉണ്ടായിരുന്ന എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നു. എന്നിട്ട് ഞങ്ങളാണ് ആവശ്യപ്പെട്ടത് വീണ്ടും ജെ.സി. വേണ്ടി ഇത് മാന്തി എടുക്കണം. ഞാനാണ് പറഞ്ഞത്. ഫയർഫോഴ്സിന്റെ ജില്ലാ ഓഫീസറെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറഞ്ഞു. രക്ഷാപ്രവർത്തനം വൈകിയെന്ന വാദത്തെ പ്രതിരോധിച്ചത് ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ ഉദ്ധരിച്ച്. ബിന്ദു മരിച്ചത് ശ്വാസം മുട്ടിയല്ല, തലയോട്ടി തകർന്നുള്ള ഉടനടി മരണമായിരുന്നുവെന്ന്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ അതുകൂടെ പരിശോധിക്കുക. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു നേച്ചർ ഓഫ് ഡെത്ത്. അതിൽ കൃത്യമായി ഇൻസ്റ്റന്റ് ഡെത്താണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇത് വീണപ്പോൾ തന്നെ തലയോട്ടി പൊട്ടി ഇത് സംഭവിച്ചിരിക്കും. മറിച്ച് ശ്വാസം മുട്ടിയല്ല മരിച്ചിരിക്കുന്നു. അതായത് മന്ത്രി പറഞ്ഞു വെക്കുന്നത് രക്ഷാപ്രവർത്തനം നേരത്തെ തുടങ്ങാനായിരുന്നുവെങ്കിൽ പോലും ബിന്ദുവിനെ രക്ഷിക്കാൻ ആകുമായിരുന്നില്ല എന്ന്. വി.എൻ. വാസവൻ ബിന്ദുവിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടു. സംസ്കാര ചടങ്ങുകൾക്കുള്ള ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ 50,000 രൂപ കൈമാറി. സർക്കാർ ധനസഹായം മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും. മകളുടെ ചികിത്സ പൂർണ്ണമായും സൗജന്യമാക്കും. മകന് ആദ്യം താൽക്കാലിക ജോലി നൽകി പിന്നീട് സ്ഥിരപ്പെടുത്തുമെന്നും വാഗ്ദാനം. മന്ത്രിമാരോ സർക്കാർ പ്രതിനിധികളോ തിരിഞ്ഞു നോക്കിയില്ലെന്ന കുടുംബത്തിന്റെ വിമർശനം ശക്തമായതോടെ മന്ത്രി വി.എൻ. വാസവൻ ബിന്ദുവിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ സമാധാനിപ്പിച്ചു. സ്വന്തം വീഴ്ച മറയ്ക്കുന്നതിനൊപ്പം പ്രതിഷേധങ്ങളെ ക്രൂശിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം, കോട്ടയം.